നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ പോട്ട് മേക്കിംഗ് ആണ്. അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ പോട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്ലാസിൻ്റെ ഒരു ജാറാട്ടോ ഇതിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടത് ഈ ഗ്ലാസിൻ്റെ ജാറ്, ടിഷ്യൂ പേപ്പർ, പിന്നെ അരി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത്. ഇനി ക്രഷ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അരി തന്നെ ആണെങ്കിലും മതി, ഫുള്ളായിട്ടുള്ള അരി. പിന്നെ ഫാബ്രിക് പെയിൻറ്റ്, ഞാൻ ഈ 2 കളറാണ് എടുത്തിരിക്കുന്നത്, ബ്ലാക്കും ഒരു റോസ് കളറും. പിന്നെ ഗ്ലൂ, പിന്നെ അത്യാവശ്യം ഡെക്കറേഷനുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് ഈ ജാറിൽ ഗ്ലൂ നമുക്ക് ജാറിൽ ഒട്ടിക്കുന്ന ഗ്ലൂ നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളവുമായി മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഡൈല്യൂട്ട് ചെയ്ത് ഈ ജാറിൽ നമ്മൾ ഈ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ ഗ്ലൂ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ടിഷ്യൂ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. ബാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒട്ടാത്ത ഭാഗമൊക്കെ നല്ലോണം ഉള്ളിലേക്കാക്കി ഒട്ടിക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. നമുക്ക് വലിയ കുപ്പിയൊക്കെ ആകുമ്പോൾ ബാലൻസ് വരുന്നത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ കുപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ ഐഡിയ ചെയ്യാം. നമ്മൾ ആ ബാലൻസ് കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്ലൂ ശരിക്കും പതിയാത്ത അവിടെയൊക്കെ ഗ്ലൂ ഒന്ന് തേച്ച് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയ ശേഷം നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ ഒരു പോർഷൻ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു പോർഷൻ ഇങ്ങനെ ഒരു പോർഷൻ താഴെ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. നമുക്കിനി പേന വെച്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഈ പോർഷൻ. അങ്ങനെ അപ്ലൈ ചെയ്ത ഈ കുറച്ച് പോർഷനായിട്ട് അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഉള്ളതിൻ്റെ അപ്ലൈ ചെയ്ത പോർഷനിലേക്ക് അരി ആ പൊടിച്ച് വെച്ച അരി ഒന്ന് വിതറിപ്പെടുത്തുക. നെക്സ്റ്റ് പോർഷൻ അപ്ലൈ ചെയ്യണം. ഫെവിക്കോൾ ഉള്ളവർ അത് യൂസ് ചെയ്തോളൂ കേട്ടോ, അതായിരിക്കും ബെസ്റ്റ്. അടുത്തത് നെക്സ്റ്റ് പോർഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഈ പോർഷൻ ഫുള്ളും ഈ താഴെയുള്ള അടിഭാഗം ഫുള്ളും നമ്മൾ ഈ അരി അതിലൊട്ടിക്കുക. നമ്മൾ ഫുൾ ഗ്ലൂ ഒക്കെ തേച്ച് അരി ഇതാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളൊരു പോർഷൻ വിട്ടിട്ട് വേറൊരു ചെറിയ പോർഷൻ നമ്മളിതുപോലെ അരിയിടാൻ പോവുകയാണ്.
ഇനി നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. നമ്മൾ ഒരു പോർഷൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ആ ഇന്നർ കോളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ ഗം അപ്ലൈ ചെയ്യാം. ഫുൾ ഗം അപ്ലൈ ചെയ്ത് ഇതുപോലെ ആ പൊടിച്ച് വെച്ച അരി അതിലേക്ക് ഇട്ട് ഫസ്റ്റ് ചെയ്ത പോലെ ഒട്ടിക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പെയിൻറ്റിങ് ആണ്. അതിന് ഇത് ഫസ്റ്റ് നല്ലോണം ഉണങ്ങി കിട്ടണം. ഉണങ്ങിയ ശേഷം പെയിൻറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമ്മൾ ഈ എല്ലാം ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഈ പോർഷൻ ബ്ലാക്ക് കളർ വെച്ച് നമ്മുടെ ഈ പോർഷൻ രണ്ടും കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഈ അരി ഒട്ടിച്ച ഭാഗമൊക്കെ നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുക. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കണം. ജസ്റ്റ് ഈ പെയിൻ്റ് ഒന്ന് ഡ്രൈ ആകാൻ വരെ വെയിറ്റ് ചെയ്യും. പെയിൻ്റ് ഒക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടി ഈ പെയിൻറ്റ് റെഡ് കളർ പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ചപ്പ് ചെയ്തെടുത്താൽ മതി. ബ്ലാക്കിൻ്റെ മേലെ കൂടി ഇനി അരി ഇല്ലാത്ത സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ബ്ലാക്കും റെഡും കൊടുത്തത് ബ്ലാക്കും സിൽവറും ഒക്കെ ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 2 കളർ എടുത്തതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഇതിന് ചെയ്യാം. നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഈ പരുവത്തിൽ ചെയ്ത് കഴിയുക. ഇതൊന്ന് ഉണങ്ങാൻ വിടാം. നമ്മൾ ഈ പേപ്പർ റോളുണ്ട്. ഈ പേപ്പർ റോൾ എടുത്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്കും റെഡും കളറിൽ അങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഒരു 6 പീസ് ഇതുപോലെ ഉണ്ടാക്കാം. റോള് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്റ്റോണ് സ്റ്റിക്ക് ചെയ്യാം. ഈ പേപ്പർ റോളെടുത്ത് ഈ ഗ്ലൂ ഇതിൽ ആക്കിയതിന് ശേഷം ഒരു സൈഡിലേക്കായിട്ട് ഒട്ടിക്കും കേട്ടോ. സെൻറ്ററിൽ ഫ്ലവറിൻ്റെ ഡിസൈൻ ഉണ്ടായിക്കോട്ടെ. ഇതിൽ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഈ ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ആക്കിയിട്ട് നമ്മളത് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.